ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണ രഘുനാഥാംവിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണ ലളിതാ ശിവിശാഖാംവിതംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനോ സുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യഃ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സാരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. മുരം മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദിനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. യോന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസൂക്താം സഞ്ജീവയതി അഖില ശക്തി ധരസ്വതാംനാം അന്യാം ച സച്ചരണശ്രവണത്വഗാദീൻ പ്രാണാം നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ജയദം ശ്രുതോ പങ്കോർമമ മന്ദമതിർഗതി മത്സർവസ്യ പാദാംബുജോ രാധാമദനമോഹനോ. തമാദിദേവം കരുണാനിധാനം തമാലവർണം സുഹിതാവതാരം അപാര സംസാര സമുദ്ര സേതും ഭജാമഹേ ഭാഗവത സ്വരൂപം. പരമാനന്ദ പാഠായ പ്രേമവർഷിയക്ഷരായ ദേ സർവദാ സർവസേവ്യായ ശ്രീകൃഷ്ണായ നമോസ്തുമേ. ഗുരുവേ ഗൗരചന്ദ്രായ രാധികായ തദാലേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമോ. ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. നമ്മൾ വായിക്കുന്നത് ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധം 15-ാമത്തെ അധ്യായം 12-ാമത്തെ ശ്ലോകം മുതൽ. യേജസാഥ ഭഗവാൻ യുധിശൂലപാണേർ വിസ്മാപിതാ സഗൃജോ സ്ത്രം അദാന്യജം മേ അന്യേപി ചാഹം അമുനൈവ കലേവരേണ പ്രാപ്തോ മഹേന്ദ്ര ഭവനേ മഹദാസനാർത്ഥം. യേജസതാ ഭഗവാൻ യുധിശൂലപാണേർ വിസ്മാപിതാ സഗൃജോസ്ത്രം അദാന്യജം മേ അന്യേപി ചാഹം അമുനൈവ കലേവരേണ പ്രാപ്തോ മഹേന്ദ്ര ഭവനേ മഹദാസനാർത്ഥം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. യത്തേജസാധ ഭഗവാൻ യുധിശൂലപാണേർ വിസ്മാപിതസ്തഗിരിജോസ്ത്രമദാന്യജം മേ അന്യേപി ചാഹമമുനൈവ കലേവരേണ പ്രാപ്തോ മഹേന്ദ്ര ഭവനേ മഹദാസനാർത്ഥം. വിവർത്തനം ഭാവാർത്ഥം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. അദ്ദേഹത്തിന്റെ പ്രഭാവത്താൽ മാത്രമാണ് എനിക്ക് ഒരു പോരിൽ ഭഗവാൻ ശിവനെയും ഹിമവാന്റെ പുത്രിയായ അദ്ദേഹത്തിന്റെ പത്നിയെയും വിസ്മയിപ്പിക്കാൻ കഴിഞ്ഞത്. അപ്രകാരം അദ്ദേഹം ശിവൻ എന്നിൽ സംപ്രീതനാകുകയും അദ്ദേഹത്തിന്റെ സ്വന്തം അസ്ത്രം എനിക്ക് സമ്മാനിക്കുകയും ചെയ്തു. കൂടാതെ മറ്റു ദേവന്മാരും അവരവരുടേതായ ആയുധങ്ങൾ എനിക്ക് നൽകി. അതുകൂടാതെ നിലവിലുള്ള ഈ ശരീരത്തിൽ സ്വർഗലോകങ്ങളിൽ പ്രവേശിക്കുവാനും എനിക്ക് കഴിഞ്ഞു. ഇങ്ങനെ ഒരു അർത്ഥ ഉന്നതമായ ആസനം എനിക്ക് അനുവദിക്കപ്പെട്ടു. ഹരേ കൃഷ്ണ. It was by his influence only that in a fight I was able to astonish the personality of Godhead Lord Shiva and his wife, the daughter of Mount Himalaya. Thus he, Lord Shiva,
became pleased with me and awarded me his own weapon. Other demigods also delivered their respective weapons to me, and in addition, I was able to reach the heavenly planets in this present body and was allowed a half elevated seat. അപ്പോൾ അർജുനൻ എന്താണ് ഓർമ്മിക്കുന്നത്? പല ഘട്ടങ്ങളിലും പല വിഷമമുള്ള സമയത്തും ഭഗവാന്റെ ആ സഹായം എല്ലാ സമയത്തും എല്ലാ സിറ്റുവേഷനിലും ഏത് ഘട്ടത്തിലും ഭഗവാന്റെ സഹായം ഉണ്ടായിരുന്നു. അത് ഓർത്തോർത്ത് വിഷമിക്കുകയാണ്, വിലപിക്കുകയാണ്. ആ ഭഗവാൻ നമ്മളെ വിട്ടുപോയില്ലേ എന്ന് യുധിഷ്ഠിര മഹാരാജനോട് പറയാണ്. അപ്പൊ എന്താണ്, ഭഗവാന്റെ സഹായമില്ലാതെ ഭഗവാൻ ശിവന്റെ നിന്ന് ആ പശുപതാസ്ത്രം കിട്ടാൻ പറ്റില്ല. കാരണം ഭഗവാൻ സ്വയമാണ് നിർദ്ദേശിച്ചത്. കൃഷ്ണൻ പറഞ്ഞു, അതായത് യുദ്ധം വരാൻ പോവാണ്, എല്ലാ ദേവതമാരെയുമുള്ള ദിവ്യാസ്ത്രം ശേഖരിക്കണം. അതിനു വേണ്ടിയിട്ട് ബെസ്റ്റ് ഐഡിയ എന്താണ്? ശിവനെ തപസ് ചെയ്യുക. അപ്പോ ശിവഭഗവാനെ തപസ് ചെയ്താൽ അദ്ദേഹം കനിഞ്ഞാൽ ബാക്കി എല്ലാവരും അവരവരുടെ അസ്ത്രം തരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ സമയത്ത് വനവാസ സമയത്ത് അർജുനൻ തപസ് ചെയ്യാൻ പോയി. ഇന്ദ്രാഖില എന്ന പർവ്വതത്തിലാണ് തപസ് ചെയ്യാൻ. അപ്പൊ അവിടെ തപസ് ചെയ്ത് ആദ്യത്തെ മാസം വെറും ഫ്രൂട്ട്സ് മാത്രം, രണ്ടാമത്തെ മാസം വെറും വെള്ളം മാത്രം, പിന്നെ മൂന്നാമത്തെ മാസം എന്താണ്, ഒന്നും ഭക്ഷണം കഴിക്കാതെ തപസ് ചെയ്തു ശിവഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി അല്ലെ. അപ്പൊ ശിവഭഗവാൻ എങ്ങനെയാണ് വന്നത്? ശരിക്കുള്ള ആ രൂപത്തിൽ വന്നില്ല. എങ്ങനെ വന്നു? ഒരു കിരാടനായിട്ട്, ഒരു വേടനായിട്ട് വന്നു. അപ്പൊ രണ്ടുപേരും ഒരേ ഒരു കാട്ടുപന്നിയെ വെടിവെച്ചു. എന്തായിരുന്നു? ശിവഭഗവാൻ അർജുനെ പരീക്ഷിക്കുകയായിരുന്നു. രണ്ടുപേരും ഒരേ സമയത്ത് രണ്ടുപേരും ഇവിടെ വഴക്കായി. ഇത് എന്റേതാണ്, ഇത് എന്റേതാണ്, ഞാനാണ് ആദ്യം വെടിവെച്ചത്, അമ്പ് ചെയ്തത്. ശിവഭഗവാൻ പറഞ്ഞു, അല്ല ഞാനാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായത്. എന്റെ പന്നിയാണ്, ഞാനാണ് അതിന്റെ അധികാരി, എനിക്ക് വേണം. അങ്ങനെയുള്ള ആ വഴക്കില് അവര് വലിയ യുദ്ധം അവിടെ നടന്നു. രണ്ടുപേരും തമ്മിൽ കുറേ യുദ്ധം നടന്നു. എങ്കിലും അങ്ങോട്ട് രണ്ടുപേർക്കും ജയമില്ല, തോൽവിയില്ല. പിന്നീട് മനസ്സിലായി അർജുന് എന്തായാലും ഇത് സാധാരണ വ്യക്തിയല്ല. അപ്പൊ ശിവഭഗവാൻ സ്വയം തന്റെ ആ രൂപം കാണിച്ചു കൊടുത്തു. അവിടെ പ്രണാമം, അവിടെ ടോട്ടലി സറണ്ടർ ചെയ്തു. അങ്ങനെ ശിവഭഗവാൻ തന്റെ അസ്ത്രം കൊടുത്തു. ഏതസ്ത്രം കൊടുത്തത്? ശിവഭഗവാൻ പാശുപതാസ്ത്രം അല്ലെ. ആ പാശുപതാസ്ത്രം കൊടുത്ത ശേഷം ശിവഭഗവാൻ മറ്റുള്ള ദേവതമാരെയും പ്രോത്സാഹിപ്പിച്ചു അർജുനന് അവരവരുടെയായിട്ടുള്ള ദിവ്യ അസ്ത്രങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതും ശിവഭഗവാന്റെ മുഖേന അതെല്ലാം കിട്ടി. അതർ ഡെമിഗോഡ്സ് ആൾസോ ഡെലിവേർഡ് their respective weapon to me, and in addition I was able to reach the heavenly. അത് മാത്രമല്ല, അതിനുശേഷം ഇന്ദ്രൻ, വായു, വരുണൻ, അഗ്നി എല്ലാവരും വന്ന് അവരവരുടെ അസ്ത്രം കൊടുത്തു. ഇന്ദ്രൻ അറിയാം ആരാണ്, അർജുനൻ തന്റെ മകനാണ്. അപ്പൊ അർജുനനെ എവിടേക്ക് കൊണ്ടുപോയി? സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി അല്ലെ. സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. അതും സെയിം ശരീരത്തിൽ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? ഇവിടെ പറയുന്നു, പ്രത്യേകിച്ചിട്ട് പറയുന്നു, ഇൻ ദിസ് പ്രസന്റ് ബോഡി. ശരീരം ചേഞ്ച് ചെയ്തില്ല. അത് ഭഗവാന്റെ കടാക്ഷമല്ലേ. കാരണം അവിടെ ഹയർ പ്ലാനറ്റ്സില് അവരുടെ സെൻസ് നമ്മളുടെ ഈ നഗ്ന നേത്രങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ കൊണ്ടോ അവരെ കാണാൻ പറ്റില്ല. അവരുടെ നമ്മൾ മുകളിലേക്ക് പോകുന്തോറും എന്തായിരിക്കും അവരുടെ ശരീരത്തിന്റെ ആ സ്ട്രക്ചർ എന്തുകൊണ്ടായിരിക്കും? സട്ടിൽ എലിമെന്റ്സ് കൊണ്ടായിരിക്കും. നമ്മളുടെ ഗ്രോസ് എലിമെന്റ്സ് ആണ്. ഭൂമി, രാപ്പോനലോ, വായു, കം, ഇതെല്ലാം കൂടിയിട്ടാണ്. അത് ഗ്രോസ് എലിമെന്റ്സ് ആണ്. അവരുടെ സട്ടിൽ ബോഡി ആയിരിക്കും. ആ സട്ടിൽ ബോഡി നമ്മളുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണാനോ മനസ്സിലാക്കാനോ പറ്റില്ല. അപ്പൊ ഇവിടെ അർജുന സെയിം ബോഡിയിൽ പോകാൻ പറ്റി. എന്നിട്ട് അവിടെ എന്താ ഏറ്റവും ഉയർന്ന അതായത് അർദ്ധ ആസനം കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇന്ദ്രന് തൊട്ട് താഴെ. അത് മാത്രമല്ല, ഇന്ദ്രൻ അവിടെ ദിവ്യാസനത്തിന്റെ കലയും പഠിപ്പിച്ചു കൊടുത്തു. കാരണം ഇനി വലിയ ഘോരമായിട്ടുള്ള യുദ്ധം വരാൻ പോവാണ്.
കുരുക്ഷേത്ര യുദ്ധം വരാൻ പോവാണ്. അപ്പൊ അതിന് ഒരു പ്രിപ്പറേഷൻ ആയിട്ട് എല്ലാ അസ്ത്രകലയും അവിടെ പഠിപ്പിച്ചു കൊടുത്തു അല്ലേ. പിന്നെ ആ സമയത്താണ് ഉർവശിയായിട്ടുള്ള ഒരു എപ്പിസോഡും വരുന്നത്. ഉർവശിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അർജുനനായിട്ട്, പക്ഷെ അർജുനൻ സമ്മതിച്ചില്ല. അതിന്റെ കാരണത്താൽ ഉർവശി ഒരു ശാപം കൊടുത്തു. ആ ശാപത്തില് അതായത് സ്ത്രീയല്ല പുരുഷനല്ല എന്ന് മാറട്ടെ എന്നുള്ള ശാപം കൊടുത്തു. പക്ഷെ ഇന്ദ്രദേവന്റെ ആ ഇടപെടൽ കാരണം ആ ശാപം ഒരു കൊല്ലത്തേക്കായി മാറ്റി, ഒറ്റ കൊല്ലത്തേക്ക്. അപ്പൊ അങ്ങനെയാണ് അർജുനൻ എന്താവുന്ന യൂനച്ച്, അതായത് ബൃഹന്നല എന്നുള്ള നപുംസകനായിട്ട് മാറുന്നത്. അപ്പൊ അതും ഏത് സമയത്ത് ഉപകാരം വന്നു? അജ്ഞാതവാസത്തിലെ അവസാനത്തെ ഒരു കൊല്ലത്ത് അർജുനന് ഉപകാരം വന്നു. അപ്പൊ അജ്ഞാതവാസം എവിടെയാണ്? മത്സ്യരാജ്യം അല്ലെങ്കിൽ വിരാട് രാജാവിന്റെ രാജ്യത്തായിരുന്നു അജ്ഞാതമാസം അല്ലെ. അപ്പോ ഏകദേശം ആ ഒരു മാസം അല്ല ഒരു കൊല്ലം കഴിയാവുന്ന സമയത്താണ് ദുര്യോധനന് ഒരു ന്യൂസ് കിട്ടുന്നത്. അതായത് ആ മത്സ്യരാജ്യത്തിലെ കീചകനെ വധിച്ചു എന്നുള്ളത്. കീചകനെ വധിക്കാൻ വേറെ ആർക്കും പറ്റില്ല, കുറച്ച് ആൾക്കാർക്ക് മാത്രമേ പറ്റൂ. ഒന്ന് ഭീമനെ പറ്റുള്ളൂ, രണ്ടാമത് ദുര്യോധന പറ്റും. അങ്ങനെ വളരെ സെലക്റ്റഡ് ആയിട്ടില്ല. അപ്പോ ഭീമൻ അവര് അറിയില്ല എവിടെയാണെന്ന്, ദുര്യോധനം പോയി വധിച്ചിട്ടില്ല. അപ്പൊ എന്തായാലും കീചക അതായത് ഇത് പറയുന്നില്ലേ, ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ. തീർച്ചയായിട്ടും. അപ്പൊ ഇവര് അവിടെയാണ് ഈ അജ്ഞാതവാസം ഒളിഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചാരന്മാർ പറഞ്ഞു കൊടുത്തു, മനസ്സിലായി ഈ ന്യൂസ് കിട്ടിയ ശേഷം. അപ്പൊ എങ്ങനെയും അവരെ അപ്പൊ എങ്ങനെയാണ് ഇദ്ദേഹത്തിനെ വധിക്കുന്നത്? അതായത് കീചകൻ അവിടുത്തെ കമാൻഡർ ഇൻ ചീഫാണ് വിരാട് രാജ്യത്ത്. അപ്പോ ദ്രൗപദി അത് പാഞ്ചാലിയുടെ ഒരു ഇതുണ്ടായിരുന്നു, എങ്ങനെയും പാഞ്ചാലിയെ സ്വന്തമാക്കണം. അപ്പൊ ഈ ഉപദ്രവം സഹിക്കുവായി വയ്യാഞ്ഞിട്ട് പാഞ്ചാലി ആരോട് കംപ്ലൈന്റ് ചെയ്തു? ഭീമനോട്. ഭീമൻ പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ കൈകാര്യം ചെയ്തോളാം. ഒരു കാര്യം ചെയ്യൂ, കീചകനെ വിളിക്കാൻ രാത്രി വിളിക്കാൻ പറഞ്ഞു, ഞാൻ വേണ്ടതുപോലെ ചെയ്യാം. അപ്പോ അങ്ങനെ ഭീമൻ വന്നിട്ടാണ് ഈ കീചകനെ വധിക്കുന്നത്. അപ്പോ തീർച്ചയായിട്ടും ആർക്ക് ദുര്യോധന മനസ്സിലായി ഇത് പാണ്ഡവന്മാരാണ് ഇത് ചെയ്തിരിക്കുന്നത്, അതിൽ ഭീമൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇത് കൂടിയുണ്ട്. അപ്പോ ഈ അർജുനനെ സ്വർഗലോകത്തിലേക്ക് കൊണ്ടുപോയത് ആരാണ്? ഇന്ദ്രദേവനാണ്. അപ്പൊ അവിടെ ഈ ഉർവശിയുടെ ശാപം കാരണം ഇങ്ങനെ ഒരു വർഷത്തിലേക്ക് ബൃഹന്നലായിട്ട് ജീവിക്കേണ്ടി വന്നു. ആ സമയം അവര് വേഷം മാറിയിട്ട്, എല്ലാവരും വേഷം മാറി. അപ്പോ അങ്ങനെ ഒത്തിരി ഡാൻസ് പഠിപ്പിക്കലും കീചകനെ കൊല്ലുന്നതും ഇതെല്ലാം ആരുടെ സഹായത്താലാണ്? ഇതെല്ലാം ഭഗവാൻ കൃഷ്ണന്റെ സഹായം ഇല്ലായിരുന്നെങ്കിൽ ഇത് നടക്കില്ല അല്ലെ. ഭഗവാൻ കൃഷ്ണനാണ് ഇവരോട് പാണ്ഡവന്മാരോട് എല്ലാം നിർദ്ദേശിച്ചത്, എന്താ ചെയ്യേണ്ടത്. അത് എസ്പെഷ്യലി അർജുനോട് പറഞ്ഞു പോയിട്ട് തപസ് ചെയ്തിട്ട് പശുപതാസ്ത്രം മേടിക്കാൻ വേണ്ടി ശിവഭഗവാൻ എടുത്തു. അതിനുശേഷം എല്ലാ ദേവതമാരും അവരവരായിട്ടുള്ള റെസ്പെക്റ്റീവ് വെപ്പൺസും കൊടുത്തു. അപ്പൊ അങ്ങനെയാണ് ഈ കാര്യങ്ങൾ. അപ്പൊ ഓരോ കാര്യങ്ങളും, അതായത് തൻ്റെ ഉത്തമ സുഹൃത്ത് പോയ ശേഷം അതായത് തനിക്ക് ചെയ്തിട്ടുള്ള, പാണ്ഡവന്മാർക്ക് ചെയ്തിട്ടുള്ള ഓരോ സഹായവും ഓരോ സാഹചര്യത്തിലും അവരെ ഈ സംഘർഷത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത് ഭഗവാൻ കൃഷ്ണനാണ്. ഭഗവാൻ കൃഷ്ണന്റെ ആ ഒരു സഹായം ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഒന്നും സാധിക്കുമായിരുന്നില്ല എന്നാണ് പറയുന്നത്. By the grace of the Supreme Personality of Godhead, Sri Krishna, all the demigods, including Lord Shiva, were pleased with Arjuna. The idea is that one who is favored by Lord Shiva or any other demigod may not necessarily be favored by the Supreme Lord Sri Krishna. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രഭുപാദ പർപ്പുകൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്, അതായത് ഏതൊരു വ്യക്തിയാണോ ഭഗവാൻ ശിവൻ അല്ലെങ്കിൽ മറ്റ് ബ്രഹ്മാവും അന്യ ദേവതമാരുടെ ആ കൃപാകടാക്ഷം കിട്ടിയത്, അവർക്ക് എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ ആശ്രയം കിട്ടിക്കൊള്ളുന്ന നിർബന്ധമില്ല. ഉദാഹരണത്തിന് എന്താണ്? രാവണൻ, കംസൻ, ഹിരണ്യകശിപു, ഇവർക്കെല്ലാവർക്കും ആര് വരം കൊടുത്തു? അല്ലെ? ബ്രഹ്മാവ്, ശിവൻ, എല്ലാവരും. അപ്പൊ അവർക്കൊന്നും ഭഗവാൻ കൃഷ്ണന്റെ
ആശീർവാദം അനുഗ്രഹം കിട്ടിയിട്ടില്ല. ഇപ്പൊ നേരെ മറിച്ച് ഇവിടെ ലോർഡ് ശിവന്റെ കൃപാ കടാക്ഷമാർക്ക് കിട്ടി, അർജുന് കിട്ടി. അപ്പോ അർജുന് തീർച്ചയായിട്ടും അർജുനൻ ഒരു ശുദ്ധഭക്തനായതുകൊണ്ട് ഭഗവാന്റെ കടാക്ഷം അവിടെ കിട്ടി. അപ്പൊ ശിവഭഗവാനെ പ്ലീസ് ചെയ്തിട്ടെങ്കിലും അല്ലെങ്കിൽ ബ്രഹ്മാവിനെ തൃപ്തിപ്പെടുത്തിയാലും നമുക്ക് ഭഗവാൻ കൃഷ്ണന്റെ കടാക്ഷം കിട്ടിയെന്ന് ഉറപ്പ് വരില്ലേ, നിർബന്ധമില്ല. നേരെ മറിച്ച് ഭഗവാൻ കൃഷ്ണന്റെ കടാക്ഷം ഉണ്ടെങ്കിൽ മറ്റുള്ളവരെല്ലാവരെയും കടാക്ഷം അതിന്റെ കൂടെ. കാരണം ഭഗവാൻ കൃഷ്ണൻ ഓൾ ഇൻക്ലൂസീവ് ആണ്. ഭഗവാൻ കൃഷ്ണനിൽ എല്ലാവരും, നമ്മളെല്ലാവരും അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ബ്രഹ്മാവിലോ ശിവഭഗവാനിലോ ഭഗവാൻ കൃഷ്ണൻ അടങ്ങിയിട്ടില്ല. അവരുടെ പാർട്ട് ആൻഡ് പാർസലാണ്, ഭഗവാന്റെ പാർട്ട് ആൻഡ് പാർസലാണ് നമ്മളെല്ലാവരും. അപ്പൊ ഇതാണ് ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്. ദ ഐഡിയ ഇസ് ദാറ്റ് വൺ ഹു ഇസ് ഫേവേർഡ് ബൈ ലോർഡ് ശിവ or any other demigod may not necessarily be favored by the Supreme Lord Sri Krishna. Ravana was certainly a great devotee of Lord Shiva, but he could not be saved from the wrath of the Supreme Personality of Godhead, Lord Ramchandra. Okay? നല്ല ശിവഭക്തനായിരുന്നു രാവണൻ. പക്ഷേ രാമചന്ദ്ര ഭഗവാന്റെ ദേഷ്യത്തിൽ നിന്ന് അദ്ദേഹത്തിന് പുറത്തു വരാൻ പറ്റിയില്ല. അദ്ദേഹത്തിന്റെ ദേഷ്യം അതാണ് അദ്ദേഹത്തിന്റെ നാശത്തിന് വഴി തെളിയിച്ചത്. അപ്പൊ ഈ അർജുനനെയും മറ്റ് പല ആൾക്കാരെയും സ്വർഗലോകത്തിലെ ദേവീ ദേവതമാരെല്ലാം അസുരന്മാരെ വധിക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. അവർ കൊടുത്ത അസ്ത്രം കൊണ്ടാണ് ഇവരെല്ലാവരും, മിക്ക ആൾക്കാരും ദിവ്യാസ്ത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇവരെ ഈ അസുരന്മാരെ വധിച്ചിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് അവർക്ക് സ്വയം ഇവരെ വധിക്കാൻ പറ്റില്ല? ഇപ്പൊ ഉദാഹരണത്തിന് അർജുനൻ തന്നെ ഇവിടെ അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്, എന്താ ഒരു അസുരൻ, ആ അസുരൻ 3 കോടി അസുരന്മാരാണ്. അത് പാതാളത്തിൽ പോയിട്ട് അവരെ വധിച്ചു വന്നു. എന്തുകൊണ്ട് അവർക്ക് വധിക്കാൻ പറ്റിയില്ല? എന്താണ് കാരണം? എന്തുകൊണ്ട് അവരുടെ അസ്ത്രം ഉപയോഗിച്ചത്, അതായത് ദേവതമാരുടെ ഡെമിഗോഡ്സിന്റെ അസ്ത്രം ഉപയോഗിച്ചിട്ടാണ് ഇവരെല്ലാം വധിക്കുന്നത്. അവരുടെ ആ സഹായമുണ്ട്, ഭഗവാൻ കൃഷ്ണന്റെ സഹായമുണ്ട്. ഇപ്പൊ എന്തുകൊണ്ട് അവർക്ക് നേരിട്ട് വഹിച്ചുകൂടാ? എന്തുകൊണ്ടാണ് ഇവരെ ഉപയോഗിക്കുന്നത്? അതായത് ഞാൻ പറയാ നിവാട്ട കവച ആണ് അദ്ദേഹത്തിന്റെ പേര്. നിവാട്ട കവച, ഒരു അസുരൻ പാതാളത്തില് സാഗരത്തിന്റെ അയല അവിടെ വെച്ചിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. 3 കോടി അങ്ങനെ അവരെല്ലാം ഇൻവിസിബിൾ ആണ്, മായാവികളാണ്. അവരെ ദേവന്മാർക്ക് വധിക്കാൻ പറ്റിയില്ല. പക്ഷെ അർജുനൻ എല്ലാവരും വധിച്ച് ആ സ്ഥലം, അതും ഇന്ദ്രന്റെ ആയിരുന്നു, ഇന്ദ്രന് തിരിച്ചു കൊടുത്തു. എന്തുകൊണ്ടാണ് ദേവന്മാർക്ക് വധിക്കാൻ പറ്റാത്തത്? അവര് ചിലപ്പോ വരം ചോദിച്ചിട്ടുണ്ടാവും, വരം മേടിച്ചിട്ടുണ്ടാവും മനുഷ്യന്മാരാൽ. യെസ്, തീർച്ചയായിട്ടും അതന്നെ. അവർക്ക്, അതായത് ഈ നിവാട്ട കവചനെ, ആ അസുരന്മാരെ ദേവന്മാർക്ക് കൊല്ലാൻ പാടില്ല എന്നുള്ള വരം മേടിച്ചിട്ടുണ്ട് അല്ലെ? എങ്ങനെ ഹിരണ്യകശിപു പല വരങ്ങളും ബ്രഹ്മാവെന്ന് മേടിച്ചു. അതേപോലെ രാവണനും അതേപോലെ മേടിച്ചു. പക്ഷേ മനുഷ്യനെ കൊല്ലാൻ അത് ചോദിച്ചില്ല രാവണൻ. മനുഷ്യൻ എങ്ങനെ ഇപ്പൊ എന്നെ കൊല്ലാൻ സാധിക്കുന്നുള്ള ഒരു അഹന്ത അദ്ദേഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് രാമചന്ദ്ര ഭഗവാൻ മനുഷ്യനായിട്ട് വന്ന് രാവണനെ വച്ചത്. അപ്പൊ അങ്ങനെ അർജുനെ ഉപയോഗിച്ചിട്ട് ഇവരെല്ലാം വധിച്ച് അവസാനം അവർക്ക് അവരുടെ സ്ഥാനം തിരിച്ചു. ഇപ്പോ അസുരന്മാരാണെങ്കിലും ശരി, സുരന്മാരാണെങ്കിലും ശരി, ഭഗവാൻ ആരെയാണ് സഹായിക്കുന്നത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ബലി മഹാരാജാവിനെ, അതേപോലെ ഇന്ദ്രനും ബലി മഹാരാജാവും തമ്മിലുള്ള ഇതില് ഭഗവാൻ ആരെയാണ് സഹായിച്ചത്? ഇന്ദ്രനെ സഹായിച്ചോ അതോ ബലി മഹാരാജനെ സഹായിച്ചോ? ബലി മഹാരാജാവ്. എങ്ങനെ? ബലി മഹാരാജാവിന് ഒരു വലിയ ഉന്നതമായ സ്ഥാനം കൊടുത്തു. എന്നിട്ട് അദ്ദേഹം തന്നെ അവിടെ കാവൽ, അതായത് ഒരു ഇതായിട്ടിരുന്നു. അതെ, തീർച്ചയായിട്ടും. അടുത്ത ഇന്ദ്രൻ ബലി മഹാരാജാവ് എന്നുള്ളൊരു വരവും കൊടുത്തു. അതും കൊടുത്തിട്ടുണ്ട്. യെസ്. അപ്പോ പുറമെ കാണുന്നവർക്ക് എന്താ, ഇന്ദ്രനെ സഹായിച്ചു എന്നേ കാണുള്ളൂ അല്ലെ? ഇന്ദ്രനെ തന്റെ സ്വർഗലോകം തിരിച്ചു കൊടുത്തു, പദവി തിരിച്ചു കൊടുത്തു, എല്ലാ ഐശ്വര്യങ്ങളും തിരിച്ചു കൊടുത്തു. ഇവിടെ ബലി മഹാരാജാവിനെ എല്ലാം നഷ്ടപ്പെട്ടു. 3 ലോകത്തിന്റെ
അധിപനായിരുന്നു. പുറമെ കാണുന്ന ആൾക്കാർക്ക് എന്താണ്, അതെല്ലാം നഷ്ടപ്പെട്ടു. അതായത് ബലി മഹാരാജിനെ ചതിച്ചു എന്നാണ് ആൾക്കാർ വിചാരിക്കുന്നത്. പാതാളത്തിലേക്ക് താഴ്ത്തി. ആക്ച്വലി പാതാളത്തിലേക്കാണോ താഴ്ത്തിയത്? എവിടേക്കാണ് താഴ്ത്തിയത് ബലി മഹാരാജാവിനെ? ശുതലത്തിലേക്ക്. അവിടെ സ്വയം ഭഗവാൻ കാണുകയാണ്. എന്ന് ഭഗവാനെ കണ്ട് സ്മരിച്ച് അദ്ദേഹത്തിന് എല്ലാ ഐശ്വര്യത്തോടു കൂടി അവിടെ ജീവിക്കാൻ പറ്റും. ആർക്ക്? ബലി മഹാരാജ. അപ്പോ ആരെയാണ് ഭഗവാൻ ഫേവർ ചെയ്തത് ഈ യുദ്ധത്തില്? ബലി മഹാരാജാവിന്. പക്ഷെ പുറമെ കാണുന്ന ആൾക്കാർക്കാണ് ബലി മഹാരാജാവിന്റെ നിന്ന് എല്ലാ അധികാരങ്ങളും എല്ലാ ഐശ്വര്യങ്ങളും എടുത്തു. 3 ലോകത്തിന്റെ അധിപനായിരുന്നു. അതെല്ലാം കളഞ്ഞു അദ്ദേഹത്തിന്, അല്ലെ? അദ്ദേഹത്തിന് അതെല്ലാം പോയി. പക്ഷെ പുറമെ കാണുന്ന ആൾക്കാർക്ക്. പക്ഷെ ഭഗവാൻ ആരാണ്? ആക്ച്വലി സുരൻ അസുരൻ അങ്ങനെ ഇതില്ല. ഭഗവാന് എല്ലാം ന്യൂട്രലാണ്. ഭഗവാന് എല്ലാവരും ന്യൂട്രലാണ്. അപ്പോൾ ആരെ സഹായിക്കുന്നു ആരെ സഹായിക്കുന്നില്ല എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. ഈ എക്സ്റ്റേണൽ നമ്മൾ, അതായത് ബാഹ്യമായിട്ടുള്ള ആ കാര്യങ്ങൾ നമ്മൾ വിശകലനം ചെയ്താൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ വൃത്താസുരനെ അതും അസുരനായിട്ടാണ് ജനിച്ചത്. ഇന്ദ്രനും വൃത്രാസുരനും തമ്മിലുള്ള യുദ്ധത്തില് ആരെയാണ് ഫേവർ ചെയ്തത്? ആരെ? വൃത്രാസുരനെ, അല്ലേ? അപ്പൊ എങ്ങനെ ഫേവർ ചെയ്തത്? വൃത്രാസുരനെ എങ്ങനെ ഫേവർ ചെയ്തത്? മോക്ഷം കൊടുത്ത ഭഗവാന്റെ കൈ കൊണ്ട് ഭഗവാൻ ബാക്ക് ടു ഗോഡ്, തിരിച്ച് തന്റെ ധാമിലേക്ക് കൊണ്ടുപോയി ഭക്തനായിട്ട്, അല്ലെ? ഇന്ദ്രൻ എന്താ? ഇന്ദ്രന് കൂടുതൽ ഐശ്വര്യങ്ങൾ കൊടുത്തു, എല്ലാം തിരിച്ചു കൊടുത്തു. അങ്ങനെ ഐശ്വര്യങ്ങളും അങ്ങനെ ഒരുപാട് ഹയർ ലെവലുള്ള പ്ലാനറ്റ്സ് കൊടുത്താൽ എന്താണ് അതിലെന്തൊരു ചെറിയൊരു പ്രശ്നമുള്ളത്? ജന്മൈശ്വര്യ ശ്രുത ശ്രീബീർ, അല്ലെ? കുന്തി മഹാറാണി പറയുന്നുണ്ട്, ഈ ജന്മം, ഐശ്വര്യം, ശ്രുത, ശ്രീ ഇതെല്ലാം നമ്മളെ ഈ ഭൗതിക ലോകത്തില് ബന്ധിപ്പിക്കും. വൃദ്ധാശ്രമം എന്താ വേണ്ടത്? ഭൗതിക ലോകത്തുനിന്ന് കരകയറണം. അപ്പൊ അത് ബാക്ക് ടു ഗോഡ് കൊണ്ടേ വൃദ്ധാശ്രമനെ. അങ്ങനെയാണ് ഭഗവാന്റെ ഭക്തന്മാർ. അതേപോലെ അർജുനിലൂടെ നമ്മൾക്ക് പഠിപ്പിച്ചു തരാണ്. അതായത് ഭഗവാനെ ആശ്രയിച്ചിട്ടില്ലെങ്കിൽ, ഭഗവാന്റെ എംപവർമെന്റ് ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതാണ് ഇവിടെ അർജുനൻ വിലപിക്കുന്നത്. എല്ലാ സമയത്തും ഭഗവാന്റെ ആ ആശ്രയം ഉണ്ടായിരുന്നു, ഭഗവാന്റെ ഷെൽട്ടർ ഉണ്ടായിരുന്നു. ഭഗവാൻ എല്ലാ സമയത്തും നമുക്ക് അതിനുള്ള ശക്തിയും. ഇവിടെ എന്താണ്, അർജുനൻ ദ്വാരകയിലത്തെ റാണിമാരെ രക്ഷിക്കാൻ പറ്റിയില്ല. അതേ അർജുനൻ, അതേ ഗാന്ഡീവം, അല്ലെ? പക്ഷെ എന്തില്ല, ഭഗവാൻ പവർലെസ് ആക്കി, എംപവർമെന്റ് വിഡ്രോ ചെയ്തു. സാധാരണ കൊള്ളക്കാര്, അത് പശു മേയ്ക്കുന്ന അങ്ങനെയുള്ള സാധാരണ ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ, അവരുടെ കയ്യാൽ അർജുനൻ തോറ്റു, അല്ലെ? എന്താണ് പഠിപ്പിക്കുന്നത് നമ്മുടെ? അതായത് ഭഗവാനെ ആശ്രയിച്ചില്ലേ, ഭഗവാന്റെ എംപവർമെന്റ് ഇല്ലെങ്കിൽ, ഭഗവാന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും സാധിച്ചെടുക്കാൻ പറ്റില്ല. എപ്പോ വേണമെങ്കിൽ ഭഗവാന് നമുക്ക് ആ പവർ തരം ചെയ്യാം, എപ്പോ വേണമെങ്കിൽ അതിനെ വിഡ്രോ ചെയ്യാം. ഇതാണ് അർജുനൻ മുഖേന നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോ അർജുനന് പിന്നീട് മനസ്സിലാവുന്നുണ്ട് തന്റെ ഭഗവത്ഗീത. നിർമ്മാണമോഹ ജിതസംഗദോഷ അധ്യാത്മനിത്യ വിനിവൃത്ത കാമ ദ്വന്ദ്വേ വിമുക്ത സുഖ ദുഃഖ സംനേ ഗച്ഛന്യമൂഢ പദമഭ്യന്ത. അതായത് ഇത് പരാജയം, ജയം, സുഖം, ദുഃഖം ഇതെല്ലാം വന്നു പോയിക്കൊണ്ടിരിക്കും. ഈ ഫോൾസ് പ്രസ്റ്റീജിന് അടിമയാവാൻ പാടില്ല, അസത്സംഗത്തിന് അടിമയാവാൻ പാടില്ല, ദ്വന്ദ്ങ്ങള് അതിന് അടിമയാവാൻ പാടില്ല. അപ്പോ അങ്ങനെയാണ്, അതാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പോ അർജുനൻ വിഷമിക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട് പിന്നീട് ഓർമ്മ വരും.
അർജുനന് പിന്നീട് ഓർമ്മ വരും അല്ലേ? ഇത് ജയം പരാജയം. ഓക്കെ, നമുക്ക് ശക്തി ഉണ്ടാവും, ചിലപ്പോൾ ശക്തി ഇല്ലാതിരിക്കാം. പക്ഷെ എല്ലാ സമയത്തും നമ്മള് ന്യൂട്രാലിറ്റി, ഈ ദ്വന്ദ്ങ്ങളുടെ അതിൽ വരാൻ പാടില്ല, ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് പഠിപ്പിച്ചിരുന്നത്. അപ്പോ അർജുനൻ ഈ സമയത്ത് ടോട്ടലി അതായത് ഭഗവാന്റെ ആ വിരഹം കാരണം എല്ലാ സമയത്തും എനിക്ക് സംരക്ഷണം തന്ന ആ ഉത്തമ സുഹൃത്ത് ഇപ്പൊ വിട്ടുപോയിരിക്കുകയാണ്. അപ്പൊ അതിൽ വിഷമിച്ചിട്ടാണ് ഇങ്ങനെ ഓരോന്നും ഓർത്ത് വിഷമിക്കുന്നത്. അത് യുധിഷ്ഠിര മഹാരാജനോട് പറയാണ് ഇവിടെ. And there are many instances like that in the histories of the Purana. But here is an instance where we can see that Lord Shiva became pleased even in the fight with her. അർജുനൻ ശിവഭഗവാനായിട്ട് യുദ്ധം ചെയ്യാതെ എന്നിട്ടും ഭഗവാൻ അർജുനെ ഫേവർ ചെയ്തു. മറ്റവരെല്ലാം തപസ് ചെയ്ത് തൃപ്തിപ്പെടുത്തുക ചെയ്ത്, ഇവിടെ യുദ്ധം ചെയ്തു. എന്നിട്ടും ഭഗവാൻ അർജുനെ സഹായിച്ചു. ശിവഭഗവാനും വളരെ സംതൃപ്തനായി. The devotees of the Supreme Lord know how to respect the demigods, but the devotees of the demigods sometimes foolishly think that the Supreme Personality of Godhead is no greater than the demigods. അപ്പോൾ ഭഗവാന്റെ ഭക്തന്മാർക്ക് നന്നായിട്ട് അറിയാം എങ്ങനെയാണ് ദേവി ദേവതമാരെ ഉപാസിക്കേണ്ടത്, എങ്ങനെയാണ് അവരെ ആദരിക്കേണ്ടത്. അതുകൊണ്ട് ഭഗവാന് തൻ്റെ ശുദ്ധ ഭക്തന്മാരെ പറ്റിയിട്ട് ഒരു പ്രശ്നമില്ല. അവരെ പറ്റി ഒരു പരാതിയില്ല. അവർ നന്നായിട്ട് എല്ലാവരെയും ഭഗവാന്റെ പാർട്ട് ആൻഡ് പാർസലായിട്ട് അംശമായിട്ട് കാണുന്നു. അവർക്ക് കൊടുക്കുന്ന ആ ആദരവ് എപ്പോഴും കൊടുക്കും. നേരെ മറിച്ച് അസുരന്മാരെന്താ ചെയ്യുന്നത്? അവർക്ക് താൽക്കാലികമായിട്ടുള്ള ആ വരം അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ ആരും വേണ്ട, പിന്നെ ഈവൻ അവരുടെ എഗൻസ്റ്റ് അവർ പോവും അല്ലെ? ശിവഭഗവാനെ ആരാണ് ഭസ്മാസുരനോ വരം കിട്ടിയ ശേഷം ശിവഭഗവാൻ തന്നെ വധിക്കാൻ പോയി അല്ലേ? അതാണ് അസുരന്മാരെ, വിശ്വസിക്കാൻ പറ്റില്ല. So the devotees know how to respect the demigods, but the devotees of the demigods sometimes foolishly think Supreme Personality of Godhead is no greater than the demigods. അവർ വിചാരിക്കുന്നത് എന്താ? ഈ ദേവി ദേവതന്മാരെ മീതല്ല വിഷ്ണു എന്നാണ് അവർ വിചാരിക്കുന്നത്. By such a conception, one becomes an offender and ultimately meets with the same end as Ravanan. അങ്ങനെ ചിന്തിക്കുന്ന, അങ്ങനെ വിഡ്ഢികളായിട്ടുള്ള ആൾക്കാർക്ക് എന്താണ് അവസാനം അവരുടെ അന്ത്യം എങ്ങനെയാണ്? രാവണൻ, കംസ, ഇങ്ങനെ ഹിരണ്യകശിപു, ഹിരണ്യാക്ഷ അവരുടെ അന്ത്യമായിരിക്കും. The instances described by Arjuna during his friendly dealings with Lord Krishna are instructive for all who may be convinced by the lessons that one can achieve all favors simply by placing Supreme Personality of Godhead, whereas the devotees or worshippers of the demigods may achieve only partial benefits which are also perishable, just as the demigods themselves are. അപ്പൊ ഇതിന്ന് നമ്മളിന്ന് പഠിക്കേണ്ടത്, ആരാണോ, ഏതൊരു വ്യക്തിയാണോ പൂർണ്ണ പുരുഷോത്തം ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാനെ, വിഷ്ണുവിനെ ആരാധിക്കുന്നത്, അവർക്ക് ഭഗവാൻ എല്ലാ സമയത്തും വേണ്ടുന്ന ആ സംരക്ഷണം കൊടുക്കും, ഇൻസ്പയർ ചെയ്യും, അതേപോലെ ഇൻസ്ട്രക്ട് ചെയ്യും, ഗൈഡ് ചെയ്യും, എല്ലാം ചെയ്യും. നേരെ മറിച്ച് വെറും ദേവീ ദേവതന്മാരെ ആരാധിക്കുന്നവർക്ക് പാർഷ്യലായിട്ടുള്ള ഹെൽപ്പേ കിട്ടുള്ളൂ, സഹായം കിട്ടുള്ളൂ. അതും താൽക്കാലികമാണ്, എറ്റേണൽ അല്ല. കാരണം ഡെമിഗോഡ്സും എറ്റേണൽ അല്ല, അവർക്കും ഒരു കാലാവധി ഉണ്ട്. ബ്രഹ്മാവിനായാലും ശരി, ഇന്ദ്രനായാലും ശരി, വരുണൻ, അഗ്നി, വായു പറഞ്ഞില്ലേ, എല്ലാവർക്കും. അപ്പൊ അതോടുകൂടി അതും നശിക്കും. അപ്പൊ അതുകൊണ്ട് പാർഷ്യലാണ്, ടെമ്പററി ആണ്. ശ്രീകൃഷ്ണ ഭഗവാൻ കൊടുക്കുന്ന ആ വരമെല്ലാം എറ്റേണലുമാണ്. അതുകൊണ്ട് ഇവർക്ക് ഈവൻ നമുക്ക് ചില സമയത്ത് ഭഗവാന്റെ മേഴ്സി രണ്ട് തരത്തിലും വരും. അതായത് എക്സ്റ്റേണലി നമുക്ക് തോന്നും ഇത് മേഴ്സി ആണോ, എങ്ങനെയാണ് മേഴ്സി? നമുക്ക് ചില അനുഭവങ്ങള് കൈപ്പേറിയ അനുഭവങ്ങളായിരിക്കും, ചിലത് വളരെ നല്ലതായിരിക്കും. നമ്മളുടെ എല്ലാ ശക്തിയും, നമ്മളുടെ ധനവും, നമ്മളുടെ സന്തുബന്ധുക്കളെ എല്ലാം ഭഗവാൻ എടുക്കും. ശീലപ്രഭുപാദർ വലിയൊരു എക്സാമ്പിൾ.
നല്ല ബിസിനസ് ഉണ്ടായിരുന്നു, ഫാമിലിയായിട്ട് നല്ല സുഖമായിട്ട് ജീവിക്കുകയായിരുന്നു. പതുക്കെ പതുക്കെ എല്ലാവരും തിരിച്ചെടുത്തു. 7 പ്രാവശ്യമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, എല്ലാം പൊളിഞ്ഞു. എന്താ കാരണം? അപ്പൊ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ശ്രീ പ്രഭുപാദനെ അറിയല്ലേ, ഏത് ബിസിനസ് തുടങ്ങും ആദ്യമൊക്കെ വളരെ നന്നായിട്ട് ഫ്ലറിഷ് ചെയ്തിരുന്നു, പിന്നെ എല്ലാം പൊടിയാണ്. ബിസിനസ് ചെയ്യുന്ന മുഴുവനെ എന്താണ് പരാജയം. അപ്പൊ പ്രഭുപാദനെ ആലോചിച്ചു, അതായത് ഭഗവാന്റെ അടുത്തേക്ക് നമ്മൾ ഒരു ഡിവോട്ടിയെ ആകർഷിക്കുമ്പോൾ ഭഗവാൻ തൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും തിരിച്ചെടുക്കുമെന്ന് ഭാഗവതനുണ്ട്. അപ്പോൾ ഭഗവാൻ എന്നെ ആ രീതിയിൽ പരീക്ഷിക്കുകയാണെന്ന് പ്രഭുപാദ തൻ്റെ ഗോഡ് ബ്രദറോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. യെസ്, തീർച്ചയായിട്ടും അതാണ് സംഭവിക്കുന്നത്. കാരണം എന്നാൽ മാത്രമേ പ്രഭുപാദ പൂർണ്ണമായിട്ടും ഇതെന്നെല്ലാം വിട്ട് സന്യാസം എടുത്തിട്ട് തൻ്റെ ഗുരു മഹാരാജിന്റെ നിർദ്ദേശപ്രകാരം പാശ്ചാത്യ ദേശത്തിൽ പോയിട്ട് ആ ആജ്ഞ പൂർത്തീകരിക്കൂ എന്ന് വളരെ നന്നായിട്ട് അറിയാം. അപ്പോൾ 59 വയസ്സിലാണ് ശ്രീ പ്രഭുപാദ് ആദ്യം ഭഗവത്ഗീതയുടെ ആ മാനുസ്ക്രിപ്റ്റ് എത്രയോ വർഷം, 7-8 വർഷം എടുത്തിട്ടുണ്ടാക്കിയിട്ടുള്ള 1000 പേജ്, എത്രയോ പേജ് ഉണ്ട് അതിനകത്ത്. അത് മുഴുവന് എഴുതിയതാണ്. ആ കംപ്ലീറ്റ് മാനുസ്ക്രിപ്റ്റ് എത്രയോ വർഷത്തെ പരിശ്രമമാണ്. അതൊരു ദിവസം വന്ന് നോക്കിയപ്പോൾ കബോർഡിൽ കാണുന്നില്ല. എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു, വീട്ടിലെല്ലാവരോടും അന്വേഷിച്ചു, ആർക്കും അറിയുന്നില്ല. എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. സ്വന്തം ഭാര്യ അതേപോലെ മക്കള് ആരും ഫുള്ളി ഫേവറബിൾ ആയിരുന്നില്ല പ്രഭുപാദയ്ക്ക്. വീട്ടിൽ പ്രശ്നങ്ങളുണ്ട്, ബിസിനസിന്റെ പ്രശ്നങ്ങൾ. അതോട് കൂട്ടിയിട്ട് ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് 7-8 വർഷം ബുദ്ധിമുട്ടി ഈ ഭഗവത്ഗീതയുടെ ഈ മാനുസ്ക്രിപ്റ്റ് എഴുതിണ്ടാക്കിയത് മാനുസ്ക്രിപ്റ്റ് അതും കാണുന്നില്ല. എന്തായിരിക്കും സ്ഥിതി ആലോചിച്ചു. ബിസിനസ്സും പരാജയം, വീട്ടിലും ഇതില്ല. എങ്കിലും പ്രഭുപാദ വളരെ കമ്പോസ്ഡ് ആയിരുന്നു. പിന്നീട് ഭാഗവതത്തിന്റെ ആ മാനുസ്ക്രിപ്റ്റും അത് ഭാര്യ എന്ത് ചെയ്തു, ചായ മേടിക്കാൻ വേണ്ടിയിട്ട് പേപ്പർ വിൽക്കുന്നതിനോട് ഇതും കൂടി വിറ്റു. അപ്പോഴാണ് ആര് ചോദിച്ചത്? പ്രഭുപാദ ചോദിച്ചു, തൻ്റെ പത്നിയോട് ചോദിച്ചു, എന്നെ വേണോ അതോ ചായ വേണോ? പത്നി എന്താണ് പറഞ്ഞത്? ചായ മതി അല്ലേ. എപ്പോഴും അങ്ങനെ വഴക്കടിക്കാറുണ്ടായിരുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാറുണ്ടായിരുന്നു. അതേപോലെ ഈ സമയത്തും ഇറങ്ങിപ്പോയി, ഇനി തിരിച്ചു വരും എന്നുള്ള ഇതില്. പക്ഷെ അത് അവസാനത്ത് പോകായിരുന്നു. എങ്കിലും കൂടിയിട്ട് ഈവൻ ഇസ്കോൺ സ്ഥാപിച്ച ശേഷം തൻ്റെ ഡിസൈപ്പിൾസിനോട്, ശിഷ്യന്മാരോട് പറഞ്ഞ് അവർക്ക് വേണ്ടുന്ന ധനസഹായം അപ്പോഴും പ്രഭുപാദ വളരെ റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. വേണ്ട വിധത്തിൽ ആവശ്യത്തിന് മാത്രം സന്യാസം എടുത്തിട്ടു. അപ്പൊ ഇതാണ്. അപ്പോൾ ഭഗവാൻ നമുക്ക് തരുന്ന ചിലപ്പോൾ അത് മേഴ്സി. എങ്ങനെയാണ് മേഴ്സി? നമ്മളുടെ നിന്ന് എടുക്കുന്ന മുഴുവനെ നമ്മളുടെ എല്ലാ ഐശ്വര്യങ്ങളും തിരിച്ചെടുക്കുന്നു. ഒരുപാട് പ്രതിസന്ധി നമ്മൾ വന്ന് പെടുന്നു. ഇതെങ്ങനെ മേഴ്സി ആവുന്നത്? ഭഗവാന്റെ മേഴ്സി അങ്ങനെയും വരും. അപ്പൊ അത് നല്ലതാണെങ്കിലും അത് നമ്മളുടെ എക്സ്റ്റേണൽ പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് ചീത്തയാണെങ്കിലും അതിനെ അക്സെപ്റ്റ് ചെയ്ത് ഭഗവാൻ ഹാസ് എ ബെറ്റർ പ്ലാൻ ഫോർ അസ് എന്ന് സ്വീകരിക്കുക. അങ്ങനെ സ്വീകരിക്കുന്ന വ്യക്തിക്കാണ് ഭഗവാന്റെ എപ്പോഴും പ്രൊട്ടക്ഷൻ ഉണ്ടാകും. ഇവിടെ പറയുന്നുണ്ട്, the instances described by Arjuna during his friendly dealings with Lord Sri Krishna are instructive for all who may be convinced by the lessons that one can achieve all favors simply by pleasing the Supreme Personality of Lord Krishna. Whereas the devotees or worshippers of the demigods may achieve only partial benefits, which are also perishable, just as the demigods themselves are. And so demigods avarum perishable ആണ്. അവരുടെ ആ കാലാവധി കഴിഞ്ഞാൽ അവർക്കും പോണ്ടി വരും. So another significance of the present verse is that Arjuna, by the grace of Lord Sri Krishna, was able to reach the heavenly planet even with the self-same body, and was honored by the heavenly demigod Indradeva, being seated with him, half elevated. വേറെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ടാണ് അതേ ശരീരത്തില് അർജുനന് സ്വർഗലോകത്തില് ഇന്ദ്രലോകത്തിൽ പോയിട്ട്
അദ്ദേഹത്തിന് ഇന്ദ്രദേവൻ വളരെ ആദരവോടെ ഹാഫ് എലിവേറ്റഡ് സീറ്റ് കൊടുത്തു എന്നാവും. One can reach the heavenly planets by the pious acts recommended in the Shastras in the category of fruitive activities. അപ്പോൾ ശാസ്ത്രങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്, അതായത് നമ്മുടെ യജ്ഞങ്ങളും ഹോമങ്ങളും ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഹയർ പ്ലാനറ്റ്സ് പോവാം. അല്ലാതെ ഈ സെൽഫ് സെയിം ബോഡിയിൽ പോകാൻ പറ്റില്ല. പക്ഷെ അർജുനന് അങ്ങനത്തെ ഒരു അനുഗ്രഹം കൂടി ഭഗവാന്റെ നിന്ന് കിട്ടി. And as stated in Bhagavad Gita 9.21, when the reactions of such pious acts are spent, the enjoyer is again degraded to the earthly planet. നമുക്കറിയാം, ക്ഷീണേ പുണ്യമർത്യം ഇതല്ലേ, തേതം ഭുക്ത്വാ സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യമർത്യ ലോകം വിശന്തി ഏവം ത്രയീ ധർമ്മം അനുപ്രപന്ന ഗതാഗതം കാമലഭന്തെ എന്നാണ് പറയുന്നത്. When they have thus enjoyed vast heavenly sense pleasure and the results of their pious activities are exhausted, they return to this mortal planet again. Thus, those who seek sense enjoyment by adhering to the principles of 3 Vedas achieve only repeated birth and death. അപ്പൊ നമ്മള് എങ്ങനെ സ്വർഗലോകത്തില് ഉപരിലോകത്തില് പോയിട്ട് നമ്മളെല്ലാം എൻജോയ് ചെയ്ത് ഇന്ദ്രതൃപ്തി എല്ലാം ഇന്ദ്രഭോഗങ്ങളെല്ലാം ആസ്വദിച്ച് തിരിച്ച് ഇവിടെ തന്നെ വരണം. ഈ ഭൂമണ്ഡലത്തിൽ തന്നെ വരണം. അപ്പൊ നമ്മളുടെ ആ സുഹൃതി എല്ലാം, ആ ക്രെഡിറ്റ് എല്ലാം കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മള് ആദ്യം മുതൽക്ക് തുടങ്ങും. അപ്പൊ നമുക്ക് ജന്മം എവിടെയാണ്? വീണ്ടും ഈ ഭൂലോകത്തിൽ. അപ്പൊ അതൊരു വെക്കേഷന് വേണ്ടി പോയതാണ്, ഒരു ലീഷർ ടൈം, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളുടെ സുഹൃതി കഴിഞ്ഞാൽ തിരിച്ച് ഭൂലോകത്തിൽ വരും. ഡയറക്റ്റ് ഭാരതവർഷത്തിൽ വരില്ല. ഈ ഭൂമണ്ഡലത്തിലെ സപ്തദ്വീപിലെ ഏതെങ്കിലും ദ്വീപില്, ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സപ്തദ്വീപിലെ ഭാരതവർഷം ഒഴിച്ചാൽ ബാക്കിയുള്ള സ്ഥലം എന്താണ് പേര്? എന്താണ് പേര്? അല്ല, അത് ഭാരതവർഷത്തിന്റെ പേര് അല്ല. ഭാരതവർഷം മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള സ്ഥലത്തിന് എന്താണ് പറയാ? ഭൂസ്വർഗം. മുകളിലുള്ള സ്വർഗം ദിവ്യസ്വർഗം. അപ്പൊ അത് ഇന്ദ്രലോകം, സൺ പ്ലാനറ്റ്, മൂൺ പ്ലാനറ്റ്, ധ്രുവലോകം മുതൽക്ക് ഉള്ളത് മുഴുവനെ സ്വർഗലോകം വരെ, ഇന്ദ്രന്റെ ലോകം വരെ, അതെല്ലാം എന്താണ്? ദിവ്യസ്വർഗം അല്ലേ? പിന്നെ ഈ സപ്തദ്വീപിലെ ഭാരതവർഷം, ജംബുദ്വീപിലെ ഭാരതവർഷം ഒഴിച്ച് ബാക്കിയെല്ലാം എന്താണ്? ഭൂസ്വർഗം എന്ന് പറയും. അതേപോലെ ബില്ലസ്വർഗം എന്നുള്ള സ്ഥലമുണ്ട്. അതെവിടെയത്? ബില്ലസ്വർഗം അതെവിടെയാണ്? ഈ മെറ്റീരിയൽ വേൾഡ്, ഈ യൂണിവേഴ്സില് 3 തരത്തിലുള്ള സ്വർഗം ഞാൻ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിട്ട് ഓർമ്മയുണ്ടോ ആരെങ്കിലും? അപ്പൊ ഇന്ദ്രലോകം അത് സ്വർഗമാണ്, സ്വർഗലോകമാണ് അല്ലേ? സൺ പ്ലാനറ്റ്, മൂൺ പ്ലാനറ്റ്, മറ്റുള്ള അതായത് ധ്രുവലോകം വരെയുള്ള എല്ലാ പ്ലാനറ്റ്സും എന്താണ്? ദിവ്യസ്വർഗം എന്നറിയപ്പെടുന്നു. അതേപോലെ ഈ ഭൂമണ്ഡലത്തിലെ സപ്തദ്വീപിലെ ജംബുദ്വീപിലെ ഭാരതവർഷം ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഭൂസ്വർഗം. ബില്ലസ്വർഗം എവിടെയാണ്? ഓർമ്മയില്ല? താഴെയുള്ള ലോകങ്ങളാ, സുതലമാക്കിയാണോ പ്രഭു? അല്ല. അപ്പൊ ഈ താഴെ നമ്മൾ പഠിച്ചിരിക്കുന്ന നരകമാണെന്ന് പറയുന്നത് എല്ലാ സ്ഥലവും. അവിടെ എങ്ങനെ സ്വർഗം വരുന്നത്? അവിടെ അതലം വിതലം സുതലം എന്നുള്ള പല ഇതില് പാതാളം നമ്മുടെ താഴെയുള്ളതാണ്. അപ്പൊ ആ സുതലം ഒക്കെ നല്ല സ്ഥലങ്ങളാണ്. അതാണ് ബില്ലസ്വർഗം, സബ്റ്ററേനിയൻ ഹെവൻലി പ്ലാനറ്റ്സ്. അവിടെയും ഇന്ദ്രലോകത്ത് സ്വർഗലോകത്തിലൊക്കെ അനുഭവിക്കുന്നതിനേക്കാളും കൂടുതൽ ഓപ്പുലൻസ് ഉണ്ട്, സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ ഉണ്ട്. അവിടെയും ഒരുപാട് സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ ഉണ്ട്. എന്താണ് വ്യത്യാസം? മുകളിലുള്ള സ്വർഗം, ദിവ്യസ്വർഗം, ബില്ലസ്വർഗം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പ്രധാനപ്പെട്ട വ്യത്യാസം
അവിടെ ദേവന്മാരുടെ ഇതാണ്, താഴെയുള്ളതിലൊക്കെ അസുരന്മാരാണ്. അസുരന്മാരുടേതായിരിക്കും. ഓക്കെ, അത് യെസ്, ദാറ്റ് ഇസ് എ ഡിഫറൻസ്. പക്ഷെ എന്താണ്, രണ്ടും സ്വർഗമാണ്. രണ്ട് സ്ഥലത്തും അവിടുത്തെ സിറ്റിസൺസോ ഡെനിസൺസോ അവര് അസുരന്മാരനുസരിച്ച് സൂരന്മാർ അവര് ഇന്ദ്രിയ ഭോഗത്തിൽ ഏർപ്പെടുന്നുണ്ട്, എല്ലാവരും സൂഹിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് മെയിനായിട്ട് വ്യത്യാസം? ഭഗവാന്റെ ആ ബ്രഹ്മജ്യോതി ഓൺലി ഗോലോകവും വൈകുണ്ഠം, അതാണ് ആ സ്ഥലത്തേക്ക്, പാതാള ലോകത്തേക്കൊന്നും ഭഗവാന്റെ കിട്ടുന്നില്ല. അതായത് എത്ര നമ്മൾ താഴോട്ട് പോകുന്നു അത്രയും നമ്മൾ ഭഗവാനിൽ നിന്ന് ദൂരം പോവാണ്. നമ്മൾ എത്രയും മുകളിലേക്ക് പോകുന്നു അത്രയും ഭഗവാനോട് എടുക്കുകയാണ്. കാരണം സുരന്മാരും അതായത് ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ഉപാസിക്കുന്ന എല്ലാവരും ഭഗവാനോട് അടുത്ത് പോവാണ്. ഇവരെല്ലാം ഭഗവാൻ അകന്നു പോകും. അതായത് നമ്മളുടെ ഈ മെറ്റീരിയൽ വേൾഡിൽ നിന്നുള്ള ആ സ്പിരിച്വൽ വേൾഡിലേക്ക് പോകുന്ന ആ കാലയളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാനിൽ നിന്ന് നമ്മൾ അകന്നു പോവുകയാണ് ചെയ്യുന്നത് താഴേക്ക് പോകുമ്പോൾ. ഇന്ദ്രിയ തൃപ്തി, ഇന്ദ്രിയ ഭോഗം ഉണ്ടെങ്കിലും കൂടിയിട്ട് നമ്മൾക്ക് എത്ര ജന്മം, എത്ര ബില്യൺസ് ഓഫ് ലൈഫ് ടൈംസ് നമ്മൾ എടുക്കണം താഴെ പോകുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഭഗവാൻ വിഷ്ണുവിനെ ഉപാസിക്കുമ്പോൾ, ഈവൻ മറ്റുള്ള അന്യ ദേവി ദേവതമാരെ ഉപാസിക്കുമ്പോൾ കൂടി കൂട്ടിയിട്ട് നമ്മൾ അത് അവിധിപൂർവം തെറ്റായിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നതെന്ന് ഭഗവാൻ തന്നെ ഭഗവതിയിൽ പറയുന്നുണ്ട്. അതായത് അവരെ ദേവി ദേവതമാരെ ഭഗവാനാണെന്ന് കരുതി എന്നെ ഉപാസിക്കുന്നു എന്ന് പറയുന്നുണ്ട്, അല്ലേ? അപ്പൊ അത് അവിധിപൂർവമാണെന്ന് പറഞ്ഞു. എങ്കിലും കൂട്ടിയിട്ട് അസുരന്മാര് ഭഗവാനെ വിശ്വസിക്കുന്നില്ല, വിഷ്ണുവിനെ ആന്റിയാണ്, ആന്റി വിഷ്ണുവാണ് അവരെല്ലാം. അപ്പൊ നമ്മൾ താഴെ പോകുന്തോറും അത്രയും നമുക്ക് മോക്ഷത്തിന് തിരിച്ച് നമ്മുടെ സുധാമത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അത്രയും കാലം പിടിക്കും. വി ആർ ഗോയിങ് അവേ ഫ്രം കൃഷ്ണ ദ മോർ വി ഗോ ഡൗൺ. മറ്റേത് വി ആർ ഗോയിങ് ക്ലോസർ ടു കൃഷ്ണ. അതാണ് വ്യത്യാസം. അപ്പൊ അവരുടെ ആ മോക്ഷത്തിനുള്ള സമയം താഴെ ഈവൻ ബില്ല സ്വർഗത്തിലോ അല്ലെങ്കിൽ എവിടെ പാതാളത്തിലോ എവിടെയാണെങ്കിലും ശരി, അവർക്ക് മോക്ഷ സമയം ഒരുപാട് വ്യത്യാസം ഉണ്ടായിരിക്കും. അതാണ് മെയിനായിട്ടുള്ള ഇത്. പിന്നെ അവരെല്ലാം വിഷ്ണുവിനെ വിശ്വസിക്കാത്ത, അതായത് ചില അസുരന്മാരെല്ലാം ദേവി ദേവതമാരിലെ വിശ്വസിക്കുന്നുണ്ട്. കാരണം പക്ഷേ എങ്കിലും അവർക്ക് വരം കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ അവരെയും ഗവനിക്കില്ല, അവരെയും കൂടിയും ചലഞ്ച് ചെയ്യും, അല്ലെ? രാവണൻ, കംസൻ, അതേപോലെ ഹിരണ്യകശിപു എല്ലാവരും ചലഞ്ച് ചെയ്യും. ഈവൻ ആരാണോ വരം കൊടുത്ത് അവരെയും കൂടിയും വകവയ്ക്കാൻ അവർ ശ്രമിക്കും. അപ്പോൾ ഇതാണ് 9:21 ഭഗവത്ഗീതയിൽ പറയുന്നത്. നമ്മളുടെ ആ സുഹൃതി പുണ്യം നമ്മുടെ അവിടെ കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും ഈ ഭൂമണ്ഡലത്തിലേക്ക് വരും. ഭൂമണ്ഡലത്തില് നമ്മൾ ആദ്യം എവിടെയാണ്? ഭൂസ്വർഗത്തിലായിരിക്കും. അത് കഴിഞ്ഞ് പിന്നീടാണ് നമ്മുടെ ഈ കർമ്മഭൂമിയിലേക്ക് വരിക എന്നാണ് പറയുന്നത്. So when the reactions of such pious acts are spent, the enjoyer is again degraded to the earthly planet. The moon is also on the level with the heavenly planets. Moonum heavenly planets are. And only persons who have performed virtues only, performing sacrifices, giving charity, and undergoing severe austerities can be allowed to enter into the heavenly planets after the duration of life of the body. അപ്പോൾ സത്കർമ്മം ചെയ്യുന്ന ആൾക്കാര്, യജ്ഞങ്ങള് ഹോമങ്ങൾ ചെയ്യുന്ന ആൾക്കാര്, ദാനകർമാദികൾ ചെയ്യുന്ന ആൾക്കാര്, തപസ് ചെയ്യുന്ന ആൾക്കാര്, ഇവർക്ക് മാത്രമേ എൻട്രി ഉള്ളൂ. എവിടെ? ഹെവൻലി പ്ലാനറ്റ്സ്, ദിവ്യ സ്വർഗങ്ങളുണ്ട്. ആൻഡ് ആഫ്റ്റർ ദി ഡ്യൂറേഷൻ ഓഫ് ലൈഫ് ഓഫ് ദിസ് ബോഡി. അപ്പൊ ഈ ജന്മം നമ്മൾ അങ്ങനെ തപസ് ചെയ്യുന്നതാണ്, ദാനങ്ങൾ ചെയ്യുന്നതാണ്, ഒരുപാട് ഹോമയജ്ഞാദികൾ ചെയ്യുന്നതാണ്. ഈ ശരീരത്തിന് ശേഷം നമുക്ക് ഇവിടെ പ്രൊമോഷൻ കിട്ടും ഹെവൻലി പ്ലാനറ്റ്സിലേക്ക്. Arjuna was allowed to enter into the heavenly planets in the self same body simply by the grace of the Lord. Otherwise it's not possible to do so. അപ്പൊ അർജുന അത് അവിടെ അങ്ങനെ പോകാൻ പറ്റിയത്, സെയിം ശരീരത്തിൽ പോകാൻ പറ്റിയത് ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹം കാരണമാണ്. അല്ലെങ്കിൽ അത് സാധിക്കില്ല എന്നാണ് ഇവിടെ പ്രഭുപാദ പർപ്പോട്ട് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്. So the present attempts to enter into the heavenly planets by modern scientists will certainly prove futile because such scientists are not on the level of Arjuna. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ആധുനിക ശാസ്ത്ര ലോകത്തിലെ ഒരുപാട് ശാസ്ത്രജ്ഞന്മാരെ മറ്റു ഗ്രഹങ്ങളിലേക്ക് റോക്കറ്റും ഇതെല്ലാം അയച്ചിട്ട് അവർ ആൾക്കാരെയും പറഞ്ഞേക്കുന്നുണ്ട്.
പക്ഷെ സെൽഫ് എംബോഡിയിൽ പോലും എന്തെല്ലാം പ്രൊട്ടക്ഷൻ ആണ് അല്ലെ. അവർക്ക് സ്പേസ് സ്യൂട്ടൊക്കെ ഉണ്ട്. അവിടുത്തെ അറ്റ്മോസ്ഫിയറിന് സ്യൂട്ട് ആവുന്ന തരത്തിലുള്ള സ്യൂട്ട്. സെയിം ബോഡിയിൽ പോകാൻ പറ്റുമോ? സാധാരണ ഷർട്ടും പാൻറ്റും ഇട്ടിട്ട് പോകാൻ പറ്റുമോ അവിടെ? ഇല്ല. അപ്പൊ അവരെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ അതിന് ആ കൺഡ്യൂസീവ് അറ്റ്മോസ്ഫിയറിന് ഉള്ള ഒരു സ്യൂട്ട് തന്നെ വേണം. അങ്ങനെ അവരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർക്ക് അവിടെയുള്ള ആൾക്കാരെ കാണാൻ പറ്റുമോ? അവിടെ എന്താണുള്ളത് കാണാൻ പറ്റുമോ? ഒന്നും കാണാൻ പറ്റില്ല. കാരണം അവർക്ക് അതിനുള്ള ആ കാഴ്ച ശക്തി കൊടുത്തിട്ടില്ല ഭഗവാൻ. കാരണം അവിടുത്തെ ഡെനിസൻസ് ഓഫ് ദ ഹയർ പ്ലാനറ്ററി സിസ്റ്റം ആർ ഇൻ സട്ടിൽ ഫോം. നമ്മളുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട്, നമ്മളുടെ കണ്ണുകളെ കൊണ്ട് കാണാൻ പറ്റാത്ത തരത്തിലുള്ള ശരീരമാണ് അവർക്കുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളുടെ ഗ്രോസ് ആണ് ശരീരം, അവരുടെ സട്ടിലാണ്. പക്ഷെ നേരെ മറിച്ച് അവർക്ക് നമ്മളെ കാണാൻ പറ്റും. അവർക്ക് ഇവിടെ വന്നാൽ നമ്മളെ കാണാൻ പറ്റും. അവർക്ക് നമ്മൾ അവിടെ പോയാലും നമ്മളെ കാണാം. കാരണം വെച്ചാൽ നമ്മുടെ സ്ഥൂല ശരീരമാണ്, അവരുടെ സൂക്ഷ്മ ശരീരമാണ്. ബ്രഹ്മാവിന്റെ ശരീരം എന്തുകൊണ്ടുണ്ടാക്കിയതാണ് അറിയോ? അഞ്ച് അല്ല 24 എലമെന്റ്സ്. ബ്രഹ്മാവിന്റെ ശരീരം ഭൗതികമല്ലേ? അല്ല, ഭൗതികം തന്നെ. എല്ലാം ഭൗതികമാണ്. ഈ ഭൗതിക ലോകത്തിലെല്ലാം ഭൗതികം തന്നെ, എല്ലാം മാറ്ററാണ്. പക്ഷെ ബ്രഹ്മാവിന്റെ ശരീരം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയില്ല? മനസ്സല്ല, ബുദ്ധി. യെസ്, ഇന്റലിജൻസ്. ബ്രഹ്മാവിന്റെ ശരീരം മുഴുവൻ ഇന്റലിജൻസ് ആണ്. ഇന്റലിജൻസ് എന്താണ്? സട്ടിലാണ് അല്ലെ. ഭൂമിരാപ്പോ അനലോ വായു ഖം മനോ ബുദ്ധിരേവച്ച അഹങ്കാര ഇതിയം മേ ഭിന്ന പ്രകൃതി അക്ഷത. പ്രകൃതി മാറ്റർ, അഹങ്കാര ബുദ്ധി, അഹങ്കാരം, മനസ്സ്, ഇതെല്ലാം എന്താണ്? സട്ടിൽ ബോഡി. നമുക്ക് കാണാൻ പറ്റും. ബുദ്ധിയെ കാണാൻ പറ്റുമോ? മനസ്സിനെ കാണാൻ പറ്റുമോ? ഫോൾസിനെ കാണാൻ പറ്റുമോ? പക്ഷെ ഇല്ലേ? ആരെങ്കിലും ഡിനൈ ചെയ്യുന്നുണ്ടോ? ഈവൻ മോഡേൺ സയന്റിസ്റ്റ് ഡിനൈ ചെയ്യുന്നുണ്ടോ മനസ്സിനെയും ബുദ്ധിയും അഹങ്കാരത്തിനൊക്കെ? ഇല്ല. ക്യാൻ വി സി? കാണാൻ പറ്റില്ല. അതുകൊണ്ട് ബുദ്ധി നമുക്ക് കാണാൻ പറ്റില്ല, സ്പർശിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ബുദ്ധി ഇല്ല എന്നാണോ? ബുദ്ധിയുണ്ട്, പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല. അതേപോലെ ബ്രഹ്മാവിനെ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? ബ്രഹ്മാവിന്റെ ശരീരം ബുദ്ധി കൊണ്ടാണ് സൃഷ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് കാണാൻ പറ്റും? ഇറ്റ്സ് എ മെറ്റീരിയൽ എലിമെന്റ് ബിയോണ്ട് അവർ മെറ്റീരിയൽ വിഷൻ. അപ്പൊ അതുകൊണ്ട് മോഡേൺ സയന്റിസ്റ്റ്, അതാണ് പ്രഭാതോടെ മോഡേൺ സയന്റിസ്റ്റിന് തീർച്ചയായിട്ടും അവർ എന്ത് തന്നെ ശ്രമിച്ചാലും ശരി, അവർ കുറച്ച് കല്ലും മണ്ണും അതൊക്കെ കൊണ്ടിരുന്നല്ലാണ്ട് അവിടുത്തെ ആൾക്കാരെ, അവിടുത്തെ ലിവിങ് ബീയിങ്സിനെ കാണാൻ പറ്റില്ല. It will be futile. So they are ordinary human beings without any assets or sacrifice. നമ്മളെല്ലാം ഓർഡിനറി. നമുക്ക് തപോബലമില്ല. നമുക്ക് തപോബലം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ജന്മം കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഓട്ടോമാറ്റിക്കലി നമുക്ക് പ്രവേശിക്കാൻ പറ്റും. Without any assets of sacrifice, charity, or austerities. The material body is influenced by the three modes of material nature, namely goodness, passion, and ignorance. The present population is more or less influenced by the modes of passion and ignorance, and the symptoms of such influence are exhibited in their becoming very lusty and greedy. ഇന്നത്തെ കാലത്ത് കൂടുതൽ ആൾക്കാരും ഈ രണ്ട് ഗുണങ്ങളിലാണ്. ഏതാണ്? തമോ ഗുണം, രജോ ഗുണം. വളരെ ചുരുക്കം ആൾക്കാരാണ് സത്വഗുണത്തിലുള്ളൂ. അപ്പോ എന്താണ്? തമോ ഗുണം അതേപോലെ രജോ ഗുണം, അതിന്റെ സിംറ്റംസ് ആണ് ലസ്റ്റി ആൻഡ് ഗ്രീഡി. ഇത് രണ്ടാണ്. കൂടുതൽ ആൾക്കാരും ലസ്റ്റി ആൻഡ് ഗ്രീഡി. അതുകൊണ്ടാണ്, അത് എന്തുകൊണ്ടാണ്? അവർ തമോ ഗുണത്തിലും രജോ ഗുണത്തിലാണ്. സത്വഗുണത്തിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവാൻ പറ്റുള്ളൂ. ആ തത്വം ശരിക്കും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് മിനിമം നമ്മൾ സത്വഗുണത്തിലായിരിക്കും. അപ്പൊ ആ സത്വഗുണത്തില് ജീവിക്കുന്ന ആൾക്കാരെ അവരെയാണ് പറയുന്നത് സാത്വികന്മാര്.
അവരുടെ എല്ലാ രീതികളും നോക്കണം. അവരുടെ ക്യാരക്ടർ, ഡീലിംഗ് വിത്ത് അതേഴ്സ്, അവരുടെ ക്വാളിറ്റീസ്, ഇതെല്ലാം മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ഗ്ലോറിയസ് ആയിരിക്കും. അവർ കഴിക്കുന്ന ഭക്ഷണം, അവർ ജീവിക്കുന്ന ലൈഫ് സ്റ്റൈല്, അവര് മറ്റുള്ളവരുള്ള പെരുമാറ്റം, ക്യാരക്ടർ, ഇതെല്ലാം നോക്കിക്കൊള്ളും. വളരെ വ്യത്യസ്തമായിരിക്കും തമോ ഗുണത്തിലും രജോ ഗുണത്തിലും ജീവിക്കുന്ന ആൾക്കാരെ കമ്പയർ ചെയ്യുമ്പോൾ. So such degraded fellows can hardly approach the higher planetary system. Above the heavenly planets, there are many other planets also. അപ്പോൾ ഈ ഹെവൻലി പ്ലാനറ്റ്സിന് മീതെ ഏതൊക്കെയാണ്? അതിന് മീതെ ഏതൊക്കെ ലോകങ്ങളാണുള്ളത്? വൈകുണ്ഠവും ഗോലോകവും. അല്ല, ഇപ്പൊ പറഞ്ഞ ഹെവൻലി പ്ലാനറ്റ്സിന്റെ മീതെ എന്താണ്? ആധ്യാത്മിക ലോകം. ഏഹ് ആധ്യാത്മിക ലോകം അല്ല, ഞാൻ പറഞ്ഞത് ധ്രുവ ലോകത്തിന് മീതെ ഈ ബ്രഹ്മാണ്ടത്തില് സ്വർഗ സ്വർഗോ സ്വർഗ സ്വർഗത്തിന് സ്വർഗം എന്ന് പറഞ്ഞു. ദിവ്യ സ്വർഗത്തിന് മീതെ ധ്രുവലോകം വരെ ദിവ്യ സ്വർഗം, അതിന് മീതെ എന്താണ്? സത്യലോകം. ഏതൊക്കെയാണുള്ളത്? സത്യലോകം, തപോലോകം, ജനലോകം, അതലം ജനലോകം, മഹർലോകം, തപലോകം, സത്യലോകം. സത്യലോകം, അല്ലേ? ഇത് നമ്മള് മറന്നു. സത്യലോകം തന്നെയല്ലേ പ്രഭുജി ബ്രഹ്മലോകം? എന്താ പറഞ്ഞ? സത്യലോകവും ബ്രഹ്മലോകവും സെയിമാ? അത് രണ്ടും സെയിമാണ്. തപലോകം ഞാൻ പറഞ്ഞു, തപലോകം, ജനലോകം, മഹർലോകം, തപലോകം. അപ്പൊ ഈ പാർഷ്യൽ ഡിസൊല്യൂഷൻ വരുന്ന സമയത്ത് ഈ സ്വർഗത്തിലുള്ള ഈ ദേവി, അതായത് ദേവന്മാര്, ഡെമി ഗോഡ്സ് എവിടെ പോവും? കാണിച്ചാൽ അപ് ടു സ്വർഗലോകം, ദിവ്യ സ്വർഗലോകം വരെ ഈ ഡിസൊല്യൂഷൻ നടക്കും. അപ്പൊ അവിടുത്തെ ഡിവോട്ടീസ് എവിടെ പോവും? എവിടെ അഭയം പ്രാപിക്കും? സത്യലോകത്തിൽ. അല്ല അല്ല അല്ല, മഹർലോകം. മഹർലോകത്തിൽ എല്ലാവരും പോകും. അപ്പൊ ഇതിന്റെ ഈ അഗ്നിയുടെ താപം അവർക്ക് സഹിക്കാൻ പറ്റില്ല. ഈവൻ അവിടുന്ന്, അതായത് ഡിസൊല്യൂഷൻ സമയത്ത്, പാർഷ്യൽ ഡിസൊല്യൂഷൻ സമയത്ത്. അപ്പൊ അവരെല്ലാവരും എവിടെ പോവും? അവിടുന്ന് പിന്നെ ക്രമമുക്തി എന്നൊരിതുണ്ട്. ക്രമമായിട്ട് അവര് ഭഗവാനെ ഭജിച്ച് തപോലോകത്തിന്, ബ്രഹ്മലോകത്തിനും ബ്രഹ്മാവിന്റെ കൂടെ, ആ ബ്രഹ്മാവിന്റെ കാലയളവ് കഴിയുന്ന സമയത്ത് തിരിച്ച് ഭഗവതാമിലും ആണ് പോവുക. അങ്ങനെ ഒരു ക്രമമുക്തിയും കൂടിയുണ്ട്. പക്ഷെ അത് വളരെ ടീഡിയസ് ആണ്, വളരെ ബുദ്ധിമുട്ട്, വളഞ്ഞ വഴിയാണ്, വളരെ ബുദ്ധിമുട്ടാണ് ആ ക്രമമുക്തി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ പോവാം നമുക്ക്. ഹയർ പ്ലാനറ്റിൽ പോയിട്ട് അവിടെ സാധന അത് ഇന്റൻസിഫൈ ചെയ്തിട്ട് കൂടുതൽ കൂടുതൽ നമ്മൾ സ്ട്രോങ് ആയി, പിന്നെ അവിടുന്ന് ജനലോകം, മഹർലോകം, തപലോകം, സത്യലോകം. സത്യലോകത്തിന് ബ്രഹ്മാവിന്റെ കൂടെ, ബ്രഹ്മാവും മറ്റ് ഡിവോട്ടീസിന്റെ കൂടെ, ബ്രഹ്മാവിന്റെ സമയം കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് ഭഗവതാമിന് പോകാൻ പറ്റും. സോ ദാറ്റ്സ് എ വെരി ലോങ് പ്രോസസ് ആൻഡ് ഇറ്റ്സ് വെരി ടീഡിയസ് പ്രോസസ്. ഇറ്റ്സ് നോട്ട് ഈസി. So above the heavenly planets there are many other planets also. അതാണ് പറയുന്നത്. Above the heavenly planets there are many other planets. അതാണ് ഇപ്പൊ പറഞ്ഞത്. ജനലോകം, മഹർലോകം, തപലോകം, സത്യലോകം. Which only those who are influenced by goodness can reach. സത്വഗുണത്തിലെ ആൾക്കാർക്ക് മാത്രമേ അവിടെ പോകാൻ പറ്റുള്ളൂ. തമോ ഗുണത്തിലും രജോ ഗുണത്തിലെ ആൾക്കാർക്ക് അവിടേക്ക് പോകാൻ പറ്റില്ല. In heavenly and other planets within the universe, the inhabitants are all highly intelligent. അവരുടെ ബുദ്ധി നമ്മളുടെ ബുദ്ധിയെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ വളരെ ഉയർന്ന ബുദ്ധിയാണ്. മെനി മോർ ടൈംസ് ദാൻ ദ ഹ്യൂമൻ ബീങ്സ്. അതായത് സാധാരണ മനുഷ്യരെക്കാളും എത്രയോ മടങ്ങ് കൂടുതൽ അവർക്ക് ബുദ്ധിയുണ്ട്. ആൻഡ് ദേ ആർ ഓൾ പയസ് ഇൻ ദ ഹയർ ആൻഡ് ഹയസ്റ്റ് മോഡ് ഓഫ് ഗുഡ്നസ്. അവര് സത്വഗുണത്തിന്റെ ഹയസ്റ്റ് റാമ്പിലായിരിക്കും.
ഫോർ എക്സാമ്പിൾ നമുക്ക് എല്ലാവർക്കും നമ്മളിപ്പോ ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ തമോ ഗുണത്തിലായിരിക്കും അല്ലെങ്കിൽ രജോ ഗുണത്തിലായിരിക്കും അല്ലെ. പക്ഷെ എല്ലാവർക്കും എല്ലാ മോഡും ഉണ്ടാവും. പ്രിഡോമിനന്റ്ലി ഒരാള് ഏതെങ്കിലും ഒരു ഗുണത്തിലായിരിക്കും. പക്ഷെ സത്വഗുണം ഉണ്ട് എല്ലാവർക്കും. വളരെ പാപം ചെയ്യുന്ന ഒരാളുടെയിലും സത്വഗുണം ഉണ്ടായിരിക്കും, പക്ഷെ മൈന്യൂട്ട് ഡിഗ്രിയിൽ, മേ ബി 1%, 2%. പ്രിഡോമിനന്റ്ലി തമോ ഗുണത്തിലാണെങ്കിലും കൂടിയിട്ട് രജോ ഗുണം സത്വഗുണം അവർ ഉണ്ടായിരിക്കും. ആരും 100% ഒരു പെർട്ടിക്കുലർ മോഡലായിരിക്കില്ല, ഗുണമായിരിക്കില്ല. അപ്പൊ ഇവിടെ ഹയർ പ്ലാനറ്ററി സിസ്റ്റം എന്താണ് പറയുന്നത്? മെനി മോർ ടൈംസ് ദാൻ ദ ഹ്യൂമൻ ബീങ്സ് എന്ത് അവരുടെ സത്വഗുണം. ആൻഡ് ദേ ആർ ഓൾ പയസ് ഇൻ ദ ഹയർ ആൻഡ് ഹയസ്റ്റ് മോഡ് ഓഫ് ഗുഡ്നസ്. They are all devotees of the Lord, and although their goodness is not unadulterated, still they are known as demigods, possessing the maximum amount of good qualities possible within the material world. ഏറ്റവും കൂടുതൽ ഗുഡ്നസ് സത്വഗുണം ഉള്ള ഡെമിഗോഡ്സ് ആണ് ഹയർ പ്ലാനറ്റ്സ്. സോ മോർ യു ഗോ ഹയർ, the more percentage of goodness is there within that person. Okay, so they're all devotees of the Lord. അപ്പൊ അസുരന്മാർക്കൊന്നും അവിടെ പോകാൻ പറ്റില്ല. എവിടെ പക്ഷെ അവരെ ഇന്ദ്രനെ പോലുള്ള ആ തലത്തിലുള്ള ആൾക്കാരെ പരാജയപ്പെടുത്തി ഈവൻ ബലി മഹാരാജും കണ്ടല്ലേ, ഹി വാസ് ആൾസോ ദ കിങ് ഓഫ് ഓൾ ദ ഹെവൻലി പ്ലാനറ്റ്സ് ആൾസോ. പക്ഷെ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് മുകളിലേക്ക് പോകാൻ പറ്റിയവർക്ക് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല. എവിടെ? ജനലോകം, മഹർലോകം, തപലോകം, സത്യലോകം അല്ലെങ്കിൽ ബ്രഹ്മലോകത്തിലേക്ക് അവർക്ക് പോകാൻ പറ്റില്ല. അവർക്ക് മാക്സിമം ഇന്ദ്രന്റെ ആ ലോകം വരെ പോകാൻ പറ്റുള്ളൂ. They cannot go beyond that. Of course, ഈ ഞാൻ പറഞ്ഞ എന്താ പറയുക, ധ്രുവലോകത്തിന്റെ വരെയുള്ള ഹെവൻലി പ്ലാനറ്റ്സ് വരെ, അതിൽ അങ്ങോട്ടുള്ള ലോകത്തിലേക്ക് അവർക്ക് പോകാൻ പറ്റില്ല. So they're all devotees of the Lord, and although their goodness is not unadulterated, അവരുടെ ഗുഡ്നസ്സില് മിക്സ് ഇല്ല, തമോ ഗുണം രജോ ഗുണം മിക്സ് ഇല്ല, സകാമ ഭക്തന്മാരാണെങ്കിലും കൂടിയിട്ട്, still they are known as demigods. They are not the supreme personality of God, possessing the maximum amount of good qualities. Maximum amount, 100% maximum possible within the, അതായത് ഈ ഭൗതിക ലോകത്തില് കിട്ടാൻ ആവുന്ന അത്രയും നല്ല ക്വാളിറ്റീസ് അവർക്കുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അർജുനനും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി, ഭഗവാന്റെ കൃപ കൊണ്ട് അത് ഓർക്കാണ് ഇവിടെ അർജുനൻ ചെയ്തത്. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യോ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ अनंत कोटि वैष्णव की जय, श्री प्रभुपाद की जय, गुरु महाराज की जय, जय गो प्रेमानंदे, हरि हरि बोल. Text 13 at the class. Hare Krishna.